إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉദ്ദേശിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. قال الله عز وجل وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സത്യനിഷേധികളായ ആളുകൾ അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾക്കെതിരെ പ്രയോഗിച്ച തന്ത്രം പ്രയോഗിച്ചതായ സന്ദർഭം, ഒന്ന് താങ്കളെ അവിടെ നിലനിർത്തിക്കൊണ്ട് പീഡിപ്പിക്കുവാനോ അല്ലെങ്കിൽ താങ്കളെ വധിച്ചു കളയുവാനോ താങ്കളെ ആ നാട്ടിൽ നിന്ന് ഓടിക്കുവാനോ വേണ്ടി അവർ തന്ത്രം മെനഞ്ഞതായ സന്ദർഭം. വയംകുറൂന വയംകുറുല്ലാഹ്, അവർ സത്യത്തിനെതിരിലും നീതിക്കെതിരിലും തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വയംകുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അത്തരത്തിൽ അസത്യത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി, സത്യനിഷേധത്തിന് വേണ്ടി തന്ത്രം പ്രയോഗിക്കുന്നവർക്കെതിരിൽ ഏറ്റവും നല്ല രൂപത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ അത് കേവലം ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ള യാത്രയായിരുന്നു. പ്രയാസങ്ങളിൽ നിന്ന് തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ ഇടമില്ലാത്ത ഒരിടത്തു നിന്ന് അതിന് സ്വാതന്ത്ര്യമുള്ള ഒരിടത്തേക്ക് വേണ്ടിയുള്ളതായ യാത്രയായിരുന്നു. قال الله عز وجل ومن يهاجر في سبيل الله يجد في الأرض
മുറാഗമൻ കസീറൻ വസഅ. ആരാണോ പടച്ചവന്റെ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുന്നത്, അയാൾക്ക് അല്ലാഹു ഭൂമിയെ വിശാലമാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. അല്ലാഹുവിങ്കലേക്കും അവന്റെ റസൂലിങ്കലേക്കും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരുന്നത്, അങ്ങനെ പുറത്തിറങ്ങിയ മനുഷ്യൻ അവന് മരണം വന്ന് പിടികൂടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതൊരു മനുഷ്യനും തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് അവൻ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് പുറത്തിറങ്ങിയാൽ, ഏതൊരു സ്ഥലത്താണോ തിന്മയുള്ളത് അവിടെ നിന്ന് നന്മയുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അല്ലാഹുവിന്റെ പക്കൽ അവന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കരുണാനിധിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടങ്ങുവാൻ വേണ്ടിയും അല്ലാഹുവിങ്കലേക്ക് അടുക്കുവാൻ വേണ്ടിയും ശ്രമിക്കുക. ഇവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. ഹിജ്റ എന്നുള്ളത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള പലായനം മാത്രമല്ല. ഏതൊരു തിന്മയിൽ നിന്നും ഒരു മനുഷ്യൻ ആ തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് ഹിജ്റ എന്ന് പറയുമെന്നുള്ളതാണ്. എങ്ങനെ? ഏതൊരു തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഖൈറായ നന്മയുള്ള ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നുവോ അതിന് ഹിജ്റ എന്ന് പറയുമെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. قال النبي صلى الله عليه وسلم الهجرة من هجر ما نهى الله عنه. ഹിജ്റ എന്ന് പറയുന്നത് അല്ലാഹു ഒരു കാര്യത്തെ ഒരു മനുഷ്യന് വിലക്കിയിട്ടുണ്ട് എങ്കിൽ ആ വിലക്കിയ കാര്യത്തെ ഉപേക്ഷിച്ച് ഖൈറായ കാര്യത്തെ തിരഞ്ഞെടുക്കുന്നതാണ് ഹിജ്റ. അപ്പോൾ ഹിജ്റ എന്ന് പറയുന്നത് അല്ലാഹു വിലക്കിയതായ നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽ ഹിജ്റതു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിലക്കിയതായ കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മുസ്ലിമായ മനുഷ്യനും ഒരു മുഹാജിറാകുവാൻ സാധിക്കും. പടച്ച റബ്ബ് വിലക്കിയതായ കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദീനനുസരിച്ച് തന്റെ വിശ്വാസമനുസരിച്ച് ഒരിടത്ത് ജീവിക്കാൻ സാധിക്കാത്ത പക്ഷം അതിന് സാധിക്കുന്ന ഒരിടത്തേക്ക് അവന്റെ താമസം അവൻ മാറുന്നെങ്കിൽ പോലും, റൂമിലുള്ള ആളുകളൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ കാണുന്നവരാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ നമസ്കാരത്തിന് വേണ്ടി പോകാത്ത ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീനിന് യാതൊരു വിലയുമില്ലാത്ത ആളുകളാണ് എങ്കിൽ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന 5 വക്തും നമസ്കരിക്കുന്ന ആളുകളുള്ള റൂമിലേക്ക് മാറുന്നത് പോലും ഹിജ്റയാണ് എന്നർത്ഥം. ഇവിടെയാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ പക്കലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നതായ മാർഗത്തെ തേടിപ്പോകലാണ് ഹിജ്റ എന്ന് പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ്. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ മാ അഖ്റജൂനി ലമാ ഖറജ്തു മിൻഹാ. മക്ക എന്ന് പറയുന്ന പവിത്രമായ ദേശത്തു നിന്നും അവരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. മാത്രമല്ല
ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. എവിടെ നിന്നാണോ താങ്കൾ പുറത്തു പോകേണ്ടി വന്നത് അവിടേക്ക് ഒരു നാൾ വിജയിതനായി നന്മയുടെ വാഹകനായി അല്ലാഹു താങ്കളെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കൂടിയാണ് അവിടെ നടപ്പിലായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്സത്ത് നഷ്ടപ്പെട്ടവരായി അധർമ്മങ്ങളിലും തിന്മകളിലും മോശപ്പെട്ട കാര്യങ്ങളിലും മുഴുകി ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഹിജ്റയുടെ പാഠങ്ങൾക്കെതിരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിലൂടെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയ ശേഷം, തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് മോചനം നൽകിയ ശേഷം വീണ്ടും തിന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കുക എന്ന് പറയുന്നത് നന്ദികേടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ എല്ലാവരും ഭയന്നിരുന്ന ഏറ്റവും കഠിന ഹൃദയനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് പിന്നീട് നീതിയുടെയും നന്മയുടെയും ഏറ്റവും അറിയപ്പെടുന്ന ഒരു അടയാളമായി മാറിയ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, قال عمر بن الخطاب نحن قوم أعزنا الله بالإسلام أعزنا الله بالإسلام. الله سبحانه وتعالى നമുക്ക് ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഒരു ജനതയാണ് നമ്മൾ. فمهما طلبنا العزة بغير ما أعزنا الله أذلنا. പടച്ചവൻ ഇസ്സത്ത് നൽകിയതിനെ ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുത്താൽ അള്ളാഹു നമുക്ക് നിന്യതയായിരിക്കും നൽകുകയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനനുസരിച്ച് ജീവിക്കണമെന്നും അള്ളാഹു നൽകിയതായ കൽപ്പനകളെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും മുഅ്മിനായി മുത്തഖിയായി പടച്ചവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നുമുള്ള പാഠമാണ് ഹിജ്റ നമുക്ക് നൽകുന്നത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عن صوم يوم عاشوراء فقال صلى الله عليه وسلم إني لأحتسب على الله أن يكفر السنة التي قبله. അല്ലാഹുവിന്റെ റസൂലിനോട് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശുറാഇന്റെ ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ കാരണമായി തീരുന്ന അങ്ങേയറ്റം ശ്രേഷ്ഠമായ നോമ്പാണ് ആശുറാഇന്റെ നോമ്പ് എന്ന മുഹറം 10ന്റെ നോമ്പ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഇൻ ഇശ്തു ഇലാ ഖാബിലിൻ, വരും വർഷത്തേക്ക് ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഞാൻ മുഹറം 9 കൂടി നോൽക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം മാസത്തിലെ 9ഉം 10ഉം ദിവസങ്ങൾ നോമ്പെടുക്കുന്നത് സുന്നത്താണ്. ആശുറാഇന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫിർഔനിൽ നിന്നും അല്ലാഹു മോചനം നൽകിയ, രക്ഷ നൽകിയ ദിവസമാണ് ആശുറാഇന്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുക്ർ എന്നോണം, നന്ദി എന്നോണം അല്ലാഹുവിന് നോമ്പനുഷ്ഠിച്ച ദിവസം കൂടിയാണ് ആശുറാഇന്റെ ദിവസം എന്ന് പറയുന്നത്. ആ ആശുറാഇന്റെ ദിവസത്തിലെ നോമ്പ് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് ലഭിച്ചവരാണ് നമ്മൾ. അധർമ്മങ്ങളിലും തിന്മകളിലും
മുഴുകി ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ലവരായി, നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി ഈമാനോടുകൂടി ജീവിക്കാൻ ഭാഗ്യം തന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരായി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى، وخذ بناصيتهم للبر والتقوى، وارزقهم بطانة صالحة برحمتك يا أرحم الراحمين. واقم الصلاة. الله أكبر.